കൃഷ്ണകുമാർ രാമകുമാർ സംവിധാനം ചെയ്ത് GDN, ഗോപാലസ്വാമി ദുരൈസ്വാമി നായിഡു. ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമയാണ്. സിനിമ കണ്ടു. ഒരാളുടെ ജീവിതകഥയായതിനാൽ തന്നെ സിനിമാറ്റിക് എലമെൻറ്റുകൾ ചേർത്ത് തരക്കേടില്ലാത്ത രീതിയിൽ എൻഗേജിംഗ് ആയി കൊണ്ടുപോകുന്നൊരു സിനിമ. ചിലയിടങ്ങളിലൊക്കെ സ്റ്റുഡിയോ ഫീൽ നമുക്ക് എവിഡൻ്റ്ലി ഫീൽ ചെയ്യും. അതൊഴിച്ചാൽ ആർട്ട് വർക്കും ആ പീരീഡും ഒക്കെ എടുത്തു വച്ചിരിക്കുന്നതിൽ ഒരു രസമുണ്ട്. ചിലയിടത്ത് ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്നാൽ, നമ്മൾ ആ സിനിമ കഥ പറഞ്ഞു വരുമ്പോൾ ചില പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഫോട്ടോ പോലെ കാണിക്കും. ആ ഫോട്ടോ ശരിക്കുമുള്ള ആളുടെ ഫോട്ടോ ആയിട്ട് തന്നെ നമുക്കവിടെ കാണാൻ കഴിയും. സോ അത് നമ്മളെ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് റിയൽ ആണല്ലോ എന്ന് നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കും. അങ്ങനെ നമ്മളെ ഇത് യാഥാർത്ഥ്യമാണല്ലോ എന്ന് നമ്മളെ യഥാർത്ഥ ആളുടെ ഫോട്ടോ കാണിച്ച്, ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് യഥാർത്ഥ ആളുടെ ഫോട്ടോ അവിടെ കാണിക്കുമ്പോൾ, കൃത്യമായിട്ട് ആ ഫോട്ടോ കാണിക്കുമ്പോൾ നമ്മൾക്ക് അന്നത്തെ ആ കാലത്ത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ ശരിക്കും ഫീൽ ചെയ്യും സിനിമ കാണുമ്പോൾ. സിനിമ ഓവർ ഡ്രാമയാണ്. അതിനാൽ തന്നെ ചിലയിടങ്ങളിലൊക്കെ നമുക്ക് മടുപ്പ്, ഒരു ലാഗൊക്കെ ഫീൽ ചെയ്യും. പെർഫോമൻസുകൾ നോക്കുകയാണെങ്കിൽ തരക്കേടില്ല. മാധവൻ, ജയറാം, സത്യരാജ്, പ്രിയാമണി, നന്ദു, തുഷാര വിജയൻ, ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ തരക്കേടില്ല. കുറ്റം പറയാൻ ചിലയിടങ്ങളിൽ ഡ്രാമ ഫീൽ ചെയ്യും, എന്നാലും കുഴപ്പമില്ലാത്ത പെർഫോമൻസുകളാണ്. പിന്നെ സിനിമയിൽ ചില കാര്യങ്ങൾ വെളുപ്പിക്കലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എസ്പെഷ്യലി പറയാനാണെങ്കിൽ മാധവൻ്റെ ഭാര്യ പ്രിയാമണി, ആദ്യ ഭാര്യ, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഭാര്യയായ പ്രിയാമണി ഭർത്താവിനോട് പറയുകയാണ്, അതായത് മാധവനോട് പറയുകയാണ്, ഞാൻ ഇനി നിങ്ങളുടെ ലൈഫിൽ ശരിയാവില്ല, ഞാൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ബെറ്റർ ആവില്ല, അതുകൊണ്ട് ഞാനും നമ്മുടെ കുട്ടികളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇനി മുതൽ ഉണ്ടാവില്ല, ഞങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്, നിങ്ങൾ വേറൊരു കല്യാണം കഴിക്കുക, നിർബന്ധിക്കുക. എന്നിട്ട് നിർബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന്, മാധവൻ്റെ ജീവിതത്തിൽ നിന്ന് അവർ ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് അവരുടെ ഷീട്ട് നോക്കിയാൽ പോലും സിനിമയിൽ അവരെ കാണാനില്ല. അതിനുശേഷം മാധവൻ കല്യാണം കഴിക്കുന്നത് ഒരു കൊച്ചുപെണ്ണിനെയാണ്. എന്നിട്ട് കൊച്ചുപെണ്ണ് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് മാധവനെ, എനിക്ക് ഇന്നയാളെ തന്നെ കല്യാണം കഴിക്കണം, ഇന്നയാളെ ഇഷ്ടമാണ്, ഇന്നയാളെ കല്യാണം കഴിച്ചേ പറ്റൂ. മാധവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ, നായകൻ മാലയുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പെണ്ണ് ഓടിച്ചെന്ന് അതിനുള്ളിലോട്ട് കയറി തലയിട്ട് കല്യാണം കഴിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അതും അന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ഓർത്തു നോക്കുക. ആ ഒരു പീരീഡിൽ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ആ ഒരു പീരീഡിൽ ഒരു പെണ്ണ് അങ്ങോട്ട് കയറി ഇങ്ങനെ പ്രായമായ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ തുളുമ്പി ചെല്ലുകയാണ്. ഇങ്ങനെ പല രീതിയിലുള്ള വെളുപ്പിക്കൽ ഉള്ളതുപോലെ എനിക്ക് തോന്നി സിനിമ കണ്ടപ്പോൾ. എന്നാൽ യാഥാർത്ഥ്യം എനിക്കറിയാത്തതിനാൽ കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനൊരു സിനാരിയോ എനിക്ക് കാണുമ്പോൾ അത് ശരിക്കും വെളുപ്പിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഈ ഒരു വിഷയത്തെ പ്രതിപാദിച്ച് രണ്ടാമത്തെ ഭാര്യ പറയുന്നുണ്ട്, ചെല്ലമ്മ നിങ്ങളെ അന്ന് ഇട്ടിട്ട് പോയത് നിങ്ങളുടെ ഈ സ്വഭാവം കൊണ്ടാണ്, നിങ്ങൾ സെൽഫിഷ് ആയതുകൊണ്ടാണ്, അവർ നിങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആയി പോയതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് കേട്ട് നമ്മൾ ഓക്കെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ പിന്നീടുള്ള കാര്യങ്ങൾ അതും ഇല്ലാണ്ടാക്കി കളയും. അത് സ്പോയിലർ ആയതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല. പിന്നെ പുള്ളി ഫേസ് ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ, അതൊക്കെ പുള്ളി ചെയ്തു വെച്ച കാര്യങ്ങൾ ഒക്കെ അത് ഓരോ ന്യൂസ് കട്ടിങ് സഹിതം നമ്മളെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പരതി നോക്കിയപ്പോൾ റിയാലിറ്റി ആയിട്ട് തോന്നി. എനിക്ക് എല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, സ്പോയിലറാണ്. സോ പല കാര്യങ്ങളും നോക്കിയപ്പോൾ ന്യൂസ് സഹിതം ഇങ്ങനെ കണ്ടു. സോ പുള്ളി അന്ന് ഫേസ് ചെയ്യേണ്ടി വന്ന കാര്യങ്ങൾ, അതിനൊക്കെ പുള്ളിയെ അഭിനന്ദിച്ചേ കഴിയൂ. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനും, അതും സർക്കാരിനെതിരെ, സർക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ അതൊരു നല്ല മാറ്റം തന്നെയാണ്. പുള്ളി ചെയ്തത് നമുക്ക് താഴ്ത്തിക്കെട്ടാൻ പറ്റില്ല. സിനിമ കണ്ടത് വെച്ച് പുള്ളിയുടെ ആ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് കൈയടിക്കാവുന്നതാണ്. പിന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയില്ല. തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നെനിക്ക് പറയാൻ തോന്നുന്നില്ല. പോയി കാണുവാണെങ്കിൽ തരക്കേടില്ലാത്തൊരു പടം കണ്ടിരിക്കാം, ഒരു പീരിയോഡിക് ഡ്രാമ കണ്ടിരിക്കാം. ഇത്രയുമാണ് ഈ സിനിമയെപ്പറ്റി എൻ്റെ അഭിപ്രായം. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ, കണ്ടവരും കാണാത്തവരും എല്ലാം ഞാൻ ഈ പറഞ്ഞ അഭിപ്രായമായിട്ട് ചോദിച്ചു പോകുന്നുവെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.